ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ശംഖുമുഖത്താണ് വന്നിരിക്കുന്നത്. ശംഖുമുഖത്ത് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് കുറേ ലൈറ്റ് അപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഉള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ വന്നതാണ്. അപ്പോൾ ശംഖുമുഖം കടപ്പുറത്തെ ന്യൂ ഇയർ ഒരുക്കങ്ങളും ന്യൂ ഇയർ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമുക്കെല്ലാം അറിയാം, ശംഖുമുഖം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുകാരുടെ ഒരു വികാരമാണ്. അപ്പം എന്താഘോഷം ഉണ്ടെങ്കിലും, അതിപ്പോൾ ഓണമായാലും ക്രിസ്മസ് ആയാലും അല്ലെങ്കിൽ ന്യൂ ഇയർ ആയാലും എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ശംഖുമുഖത്ത് എന്തായാലും അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ക്രിസ്മസിൻ്റെ ഫുൾ വൈബും ട്രിവാൻഡ്രത്ത് മറ്റ് സ്ഥലങ്ങളിലുള്ളതുപോലെ തന്നെ നമ്മുടെ ശംഖുമുഖത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ശംഖുമുഖം എപ്പോഴത്തേം പോലെ ഭയങ്കര എൻഗേജഡാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ എല്ലാ പ്രാവശ്യം, അതിപ്പം ഒരു വിശേഷ ദിവസം വരണമെന്നൊന്നുമില്ല, എല്ലാ രാത്രികളിലും ഉള്ളതുപോലെ ശംഖുമുഖം ഭയങ്കര ആക്റ്റീവാണ്. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ, പാർക്കിംഗ് ലോട്ട് മുഴുവൻ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അത്രയ്ക്ക് ആൾക്കാരാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ഒരുപാടുണ്ട്. നോർത്ത് ഇന്ത്യൻസ്, തമിഴ് ആൾക്കാർ, അങ്ങനെ മൊത്തത്തിൽ ഒരു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വലിയ രീതിയിൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശമായിട്ട് നമ്മുടെ ശംഖുമുഖം മാറിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഒരുപാട് വെൻഡിങ് ആൾക്കാർ, അതായത് ഒരുപാട് ഈ വഴിയോര സ്ട്രീറ്റ് ഫുഡ്സ്, അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരൊക്കെ ഒരുപാട് അതുകൊണ്ട് തന്നെ, അതായത് ഈ ടൂറിസം കൊണ്ട് ഉപജീവനം നടത്തി വരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു എപ്പോഴത്തെയും പോലത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആ ഒരു ബീച്ചിൻ്റെ പരിസരം നമുക്ക് ഒരു അലങ്കോലമായി കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ അധികൃതർ ഇടപെട്ട് എല്ലാം നല്ല ഓർഗനൈസ്ഡായിട്ട് ഇവർക്ക് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാൻ കണക്കിനുള്ള രീതിയിലൊന്ന് സെറ്റപ്പ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ബീച്ചിൻ്റെ പരിസരം കാണാൻ നല്ല ഭംഗിയാവുമായിരുന്നു. അപ്പോൾ എന്തായാലും അതായത് ഈ ടൂറിസ്റ്റുകളെ ഉപജീവനം ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. പക്ഷേ ഇവരോട് എപ്പോഴും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനൊന്നും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ഥലം നല്ല ലൈവായിട്ട് നിർത്തുന്നത്, നല്ലൊരു നൈറ്റ് സ്പോട്ടായിട്ട്, ട്രിവാൻഡ്രത്തിൻ്റെ സത്യം പറഞ്ഞാൽ ഒരു പക്ക നൈറ്റ് സ്പോട്ടായിട്ട് നിർത്തുന്നത് ഈ വഴിയോര കച്ചവടക്കാരാണ്. അങ്ങനെ മൊത്തത്തിൽ രാത്രി നമ്മൾ വന്നിറങ്ങുന്നത് തന്നെ ഒരുപാട് തിരക്കുകളുടെ ഇടയിലും അതുപോലെ തന്നെ നല്ല ഒരു കറക്റ്റ് ഒരു നൈറ്റ് ലൈഫിൻ്റെ ഇടയിലുമാണ്. ഇപ്പോൾ ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബീച്ച് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ ഈ ഭാഗം നല്ല കുഴിയായിട്ട് കിടന്ന സ്ഥലമാണ്. പണ്ട് നമ്മുടെ ഈയിടയ്ക്ക് നാവികസേനയുടെ ഒരു അഭ്യാസ പ്രകടനമൊക്കെ വന്ന സമയത്ത് 14 കോടി രൂപ മുടക്കി അവർ സെറ്റ് ചെയ്തിട്ടതാണ് ഈ ബീച്ച്. സോ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാര്യം പണ്ട് ഈ ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ ഒരു വലിയൊരു സാഹസം തന്നെ വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം അടിപൊളിയായിട്ട് നമ്മൾ റോഡിനോട് ചേർന്ന് ആ ഒരു മട്ടത്തിന് തന്നെ നല്ല രീതിയിൽ മണ്ണൊക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബീച്ച് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. അപ്പോൾ ഇവിടെയാണ് ശംഖുമുഖത്തിൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ അല്ലെങ്കിൽ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒക്കെ ചെറിയ ഭാഗങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതായത് ലൈറ്റപ്പൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും അവിടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ഈ സമയത്ത് ചെല്ലുന്ന സമയത്തും അവിടെ ഒരു ചെറിയൊരു ബാൻഡിൻ്റെ ഒരു പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു, പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അത് നല്ലൊരു രസമാണ്, നല്ലൊരു വൈബാണ്. പ്രത്യേകിച്ച് ആ തിരമാലയുടെ ആ ഒരു സൗണ്ടും കേട്ട് നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പറാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ടിക്കറ്റ് ഉണ്ട്, 30 രൂപയാണ്. ബിയോണ്ട് ദ വേവ് എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ പേര്. അങ്ങനെ 30 രൂപ കൊടുത്ത് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ടിക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫാമിലിയായിട്ട് നല്ല കിടിലമായിട്ട് ഒന്ന് വൈബ് ചെയ്യാൻ പറ്റും. കാര്യം ഇവിടെ ഇരിക്കാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ലൈറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിന് നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം, ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് സമാധാനമായിട്ട് ഇരിക്കാം. അതുപോലെ അതിൻ്റെ പാരലായിട്ട് തന്നെ അതിൻ്റെ അടുത്ത് ഉള്ള ഒരു സ്റ്റേജിൽ എപ്പോഴും പ്രോഗ്രാംസ് നടക്കുന്നുണ്ടാവും, പാട്ട് അങ്ങനെ എന്തെങ്കിലും ഡാൻസോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു 3 പേരിരുന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അതൊരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഇതുപോലെ ലൈറ്റപ്പൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഒരു കിടിലൻ കാഴ്ചയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ചും അടിപൊളിയാണ്.
ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് കൂടുതലും കുഞ്ഞു കുട്ടികളാണ് ഇവിടെ വന്ന് കറക്റ്റ് എൻജോയ് ചെയ്യുന്നത്. സോ ഒ ഒ ഒരുപാട് ഫാമിലീസ് ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് മാത്രമല്ല കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. നമ്മളൊരു മാളിൻ്റെ പ്ലേ ഏരിയയിൽ പോകുന്നത് അതുപോലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള ഒരു തിളക്കക്കുറവ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ട് ഉള്ള ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ ശംഖുമുഖത്ത് ചെയ്തിട്ടുള്ളത്. ന്യൂ ഇയർ, ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള സെറ്റപ്പുകളാണ് ഇതെല്ലാം വരുന്നത്. ഇനി ന്യൂ ഇയർ ദിവസം അതായത് 31-ാം തീയതി രാത്രി നല്ല രീതിയിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ ഫ്ലെക്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. DJ പാർട്ടിയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നൈറ്റ് ഫുള്ള് ഒന്ന് എൻജോയ് ചെയ്യാൻ ഒരു മൂഡ് ഓൺ ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് പലരും ഈ സമയങ്ങളിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും പോകുന്നത്. അതായത് നമ്മളെ ലുലു മാളിലോ അല്ലെങ്കിൽ നമ്മളെ കനകക്കുന്നിലോ ഒക്കെ ആയിരിക്കും പോകുന്നത്. സോ അവിടെ എല്ലാം നല്ല തിരക്കായിരിക്കും. അവിടെ നിന്ന് ഒരു ആൾട്ടർനേറ്റീവ് നോക്കുന്നു ഒരാളാണെങ്കിൽ നമുക്ക് ഇവിടെ വരാം. ഇവിടെ വന്ന് നമുക്ക് ന്യൂ ഇയർ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഇവിടെ വന്ന് ഫുഡ് കഴിക്കാം, അതുപോലെ തന്നെ ഫിഷ് പാ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. ഒരുപാട് കഫേസ് ഉണ്ട്. ചായ, മറ്റ് കാര്യങ്ങൾ, ചെറിയ സ്നാക്സ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഐസ്ക്രീം, അങ്ങനെ ഫാമിലിയായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ വലിയ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ട് നല്ല തിരക്കുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഇത്രയും ഏരിയ കിടക്കുന്നുള്ളതുകൊണ്ട് ആ ഒരു കൺജഷൻ നമുക്ക് അനുഭവപ്പെടില്ല. ഇപ്പോൾ പിള്ളേർക്കുള്ള പ്ലേയിങ് ഏരിയകളായിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ പേടിയോ ഒന്നും വേണ്ട. നമുക്ക് ആ വലിയ തിരക്കായിരിക്കും, കൺജഷനായിരിക്കും എന്നാണ്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള അത്യാവശ്യമുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. സോ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. അതായത് കനകക്കുന്നിലും അല്ലെങ്കിൽ ലുലു മാളിലൊക്കെ പോയി ആ ഒരു കൺജഷനിൽ കിടന്ന് പെടണേനേക്കാളും ഇവിടെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. പിന്നെ ഈ ബാക്കി കാഴ്ചകളെല്ലാം എല്ലാ നൈറ്റിലും ഉള്ളത് തന്നെയാണ്. ആ ലൈറ്റപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ രാത്രികളിലും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ആക്ടിവിറ്റീസ് ഏരിയാസ്, മറ്റ് കാര്യങ്ങൾ, സിപ്പ് ലൈന്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് ആക്ടിവിറ്റീസും ഗെയിം സോണുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതൊക്കെ വന്ന് എൻജോയ് ചെയ്യുക. ന്യൂ ഇയർ വന്ന് ശംഖുമുഖത്ത് വന്ന് അടിച്ചു പൊളിക്കുക. ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വന്ന് താമസിക്കുന്നവർക്കൊക്കെ തീർച്ചയായും വന്ന് ചില്ലടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ശംഖുമുഖത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ന്യൂ ഇയർ എവിടെയാണ് ആഘോഷിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.